ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏറെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദർശവും സമൂഹവും ഇസ്ലാമും മുസ്ലിം സമൂഹവുമാണ്.
ഈ പ്രതിസന്ധികളും ഈ വെല്ലുവിളികളും ഇസ്ലാം ഈ ഭൂമിയിൽ ആരംഭം കുറിച്ച അതിൻ്റെ 1-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ തുടക്കത്തോളം തന്നെ പഴക്കമുള്ള ഒന്നാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ആദർശം അതിന്റെ ആശയത്തിലും അതിന്റെ ഉള്ളടക്കത്തിലും നോ കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ചക്ക് അത് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കാഫിറൂൻ എന്ന ഒരു അധ്യായമുണ്ട്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തന്റെ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ട ഒരു കാര്യം. സൂറത്തുൽ കാഫിറൂൻ അവതരിക്കുവാനുള്ള ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുകയും പ്രവാചകന്റെ ആദർശം, ഇസ്ലാമിക ആദർശം മക്കയിലെ ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്തു തുടങ്ങിയതോടുകൂടി ഖുറൈശി നേതാക്കൾ പ്രവാചകനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ എല്ലാ അടവും അവർ പ്രയോഗിച്ചു തുടങ്ങി. പ്രവാചകനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും അവർ അഴിച്ചുവിട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബെ കിറാം അതിക്രൂരമായ പീഡനങ്ങളും മർദ്ദനമുറകളും അവർക്ക് ആ കാലഘട്ടത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈ പീഡനങ്ങൾ കൊണ്ടൊന്നും മുഹമ്മദ് പിന്മാറുകയില്ല എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ രണ്ടാമതൊരു തന്ത്രം അവർ ആവിഷ്കരിച്ചു. അത് പ്രീണനത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. പ്രവാചകന്റെ മുമ്പിൽ അവർ വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും നിരത്തി. മക്കയുടെ അധികാരമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഈ മക്കയുടെ രാജാവായി നിന്നെ ഞങ്ങൾ വാഴിക്കാം. ഞങ്ങൾക്ക് ഒറ്റ ഉപാധിയുള്ളൂ, ഈ പുതിയ ആദർശത്തെ നീ കൈയൊഴിയണം. മക്കയുടെ രാജാവായി നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ഈ മക്കയിലെ നീ ഇഷ്ടപ്പെടുന്ന ഏത് പെൺകുട്ടിയെയും, നീ ഇഷ്ടപ്പെടുന്ന ഏത് സുന്ദരിയായ പെൺകുട്ടിയെയും നിനക്ക് ഞങ്ങൾ ഭാര്യയാക്കി തരും. ഇനി സമ്പത്താണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അവർ പ്രവാചകന്റെ മുമ്പിൽ സമ്പത്തിന്റെ വലിയ കൂമ്പാരം തന്നെ അവർ ഓഫർ നൽകി വാഗ്ദാനം ചെയ്തു. ഈ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ധനികനാക്കി നിന്നെ ഞങ്ങൾ മാറ്റാം എന്നവർ പ്രവാചകനോട് വാഗ്ദാനം ചെയ്തു. പക്ഷേ ഈ വാഗ്ദാനങ്ങളുടെ മുന്നിലും അദ്ദേഹം വീഴുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി. പീഡനങ്ങളെ മുന്നിലും പ്രീണനത്തിന്റെ മുമ്പിലും അദ്ദേഹം വീഴുകയില്ല എന്ന് മനസ്സിലാക്കിയ ഖുറൈശി നേതാക്കൾ മൂന്നാമതൊരു തന്ത്രവും കൂടി അവർ പയറ്റുകയാണ്. മൂന്നാമത്തെ തന്ത്രമാണ് ഒരു കോംപ്രമൈസിന്റെ തന്ത്രം. അവർ പ്രവാചകനെ സമീപിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, മുഹമ്മദേ, നീയുമായി എന്നും ഇങ്ങനെ ശത്രുതയിൽ പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിന്നെ ഇങ്ങനെ പീഡിപ്പിക്കണമെന്നും നിന്നെ ദ്രോഹിക്കണമെന്നും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല. നിന്നോടുള്ള ഞങ്ങളുടെ സമീപനത്തിൽ ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് നീ തയ്യാറാകണം. നിന്റെ ഈ ആദർശം മുഴുവനായും നീ കൈയൊഴിയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ അത് മാത്രമേ നീ മുറുകെ പിടിക്കൂ എന്ന ആത്യന്തികമായ വാശി നീ ഒഴിവാക്കണം. നിന്റെ ആദർശത്തെ നീ കൊണ്ടു നടന്നു, നീ അത് പ്രചരിപ്പിച്ചോ. പക്ഷേ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ചില കാര്യങ്ങൾ കൂടി നീ ഉൾക്കൊള്ളണം. നിന്റെ വിശ്വാസ ആദർശങ്ങളോടൊപ്പം, ആചാരങ്ങളോടൊപ്പം, അനുഷ്ഠാനങ്ങളോടൊപ്പം ഞങ്ങളുടെ ചില ആചാര അനുഷ്ഠാനങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ നീ തയ്യാറായി കഴിഞ്ഞാൽ നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം. നീ കൊണ്ടുവന്ന ഈ ആദർശത്തെ ഭാഗികമായി ഞങ്ങളും ഉൾക്കൊള്ളാം. അങ്ങനെ നമുക്ക് പരസ്പരം ഒരു നീക്കുപോക്ക് നടത്താം.
ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവർക്ക് നീയും കുറച്ച് ഇബാദത്ത് ചെയ്യുക. നീ ഏതിന് ഇബാദത്ത് ചെയ്യുവോ, നീ ഏതൊരു ആദർശത്തെ കൊണ്ടുവന്നുവോ, ഏതൊരു സംസ്കാരത്തെ നീ കൊണ്ടുവന്നുവോ, ഏതൊരു അനുഷ്ഠാന ആചാരങ്ങളെ നീ ആവിഷ്കരിച്ചുവോ, കുറേയൊക്കെ ഞങ്ങളും അത് അനുഷ്ഠിക്കാം, ഞങ്ങളുടേത് നീയും സ്വീകരിക്കണം. അങ്ങനെ നമുക്കൊരു പാരസ്പര്യത്തിന്റെ വഴി തേടാം, നമുക്കൊരു സഹകരണത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഒരു വഴി നമുക്ക് ആലോചിച്ചു കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആദർശത്തിൽ അല്പം വെള്ളം ചേർക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖുറൈശി നേതാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച സന്ദർഭത്തിൽ അള്ളാഹു തന്റെ പ്രവാചകന് വഹിയിലൂടെ നിർദ്ദേശം കൊടുക്കുകയാണ്, പ്രഖ്യാപനം നടത്തുവാൻ. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇതാണ് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം. കുൽ നബിയെ താങ്കൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ നിഷേധികളെ, സത്യത്തിന്റെ നിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഇല്ല, സാധ്യമല്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവയെ ഞാൻ ഇബാദത്ത് ചെയ്യുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഏതൊന്നിനെ വണങ്ങുന്നുവോ, നിങ്ങൾ ഏതൊന്നിനെ കീഴ്പ്പെടുന്നുവോ, നിങ്ങൾ ഏതൊന്നിനെ ആരാധന അർപ്പിക്കുന്നുവോ അതിന്റെ മുമ്പിൽ ഞാൻ ഇബാദത്ത് ചെയ്യുന്ന പ്രശ്നമില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നവയെ നിങ്ങളും ഇബാദത്ത് ചെയ്യില്ല, ഞാൻ വണങ്ങുന്നതിന്റെ മുമ്പിൽ നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നവരല്ല. വലാ അന ആബിദും മാ അബത്തും, അതെ, ഞാൻ ഒരിക്കലും വലാ അന, ഞാനല്ല, വലാ അന ആബിദുൻ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നവനല്ല, മാ അബത്തും, നിങ്ങൾ ഏതൊന്നിനെ ഇബാദത്ത് ചെയ്യുന്നുവോ, നിങ്ങൾ ഏതൊന്നിനെ വണങ്ങുന്നുവോ, നിങ്ങൾ ഏതൊന്നിന് ആരാധനകൾ അർപ്പിക്കുന്നുവോ, ഇല്ല, വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവർക്ക് ഞാനും ഇബാദത്ത് ചെയ്യുന്ന പ്രശ്നമില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങളും അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ്. എന്തിനാണ് ഈ ആവർത്തനം? നമ്മൾ അങ്ങനെ ചേരൂല, ആവർത്തിക്കുകയാണ്. നിങ്ങളുടേതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, വലിയ ദീൻ, എനിക്ക് എന്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, എനിക്ക് എന്റെ ആദർശം, നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം, എനിക്ക് എന്റെ സംസ്കാരം, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, എനിക്ക് എന്റെ അനുഷ്ഠാനങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരങ്ങൾ, എനിക്ക് എന്റേതായ ആചാരങ്ങൾ. ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എന്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചേർത്തുകൊണ്ട് പോകണമെന്ന് നിങ്ങളുടെ ആവശ്യത്തോട് അനുകൂലമായി വർത്തിക്കാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങൾ നിലകൊള്ളുന്ന ആദർശത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു പക്ഷെ സംശയമുണ്ടാകും. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് നിങ്ങൾക്കിനിയും തികഞ്ഞ ബോധ്യം വന്നിട്ടുണ്ടാവുകയില്ല. പക്ഷെ ഞാൻ നിലനിൽക്കുന്ന എന്റെ ആദർശത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്റെ ആദർശത്തോട് പൂർണ്ണ പ്രതിബദ്ധത എനിക്കുണ്ട്, ഇത് സത്യമാണ് എന്ന തിരിച്ചറിവ് എന്റെ ആദർശത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളുടേതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ വിട്ടുവീഴ്ചയുടെ നയമായിട്ട് എന്നെ സമീപിച്ചത്? സാധ്യമല്ല. നിങ്ങൾക്ക് എന്റെ ഈ ആദർശത്തിലേക്ക് വരിക എന്നതിനപ്പുറം നിങ്ങളുടേതിനെ കുറെ ഞാൻ സ്വീകരിക്കുകയും ഞാൻ കൊണ്ടുവന്നതിനെ കുറച്ച് മാത്രം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ കോംപ്രമൈസ് വേണ്ട. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നബിയെ പ്രഖ്യാപിക്കുക, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട, അതിന്റെ പാഠം ഈ ഉമ്മത്ത് ഗ്രഹിക്കേണ്ട ഒരു സൂറത്താണ്. അല്ലാതെ ആർക്കെങ്കിലൊക്കെ മറുപടി കൊടുക്കാൻ കേരളത്തിന്റെ ഒരു മുൻ പ്രധാനമന്ത്രി മരിച്ചപ്പോ നമ്മുടെ നാട്ടിലുണ്ടല്ലോ സർവമത പ്രാർത്ഥന, അങ്ങനെ ഒരു മുസ്ലിം ഓതാൻ പോയി. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ മരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ എന്തിനാ ഓതുന്നത് എന്ന് ചോദിച്ചപ്പോ മുസ്ലിയാർ കൊടുത്ത മറുപടി അവർക്ക് പറ്റിയതും ഖുർആനിലുണ്ട്, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവർക്ക് പറ്റിയതുമുണ്ട് ഖുർആനിൽ, സൂറത്തുൽ കാഫിറൂൻ. അങ്ങനെ പഠിക്കേണ്ട ഒരു സൂറത്തല്ല സൂറത്തുൽ കാഫിറൂൻ. അങ്ങനെ ഒരു ജനതയ്ക്ക് അല്ലാഹു തആല പ്രത്യേകമായി അവരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് പുണ്യത്തിന് വേണ്ടി ഓതിയ ഒരു സൂറത്തല്ലത്. ഇതൊരു ആദർശ പ്രഖ്യാപനമാണ്, ഇതൊരു നയം പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ നയം വ്യക്തമാക്കാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒന്നിച്ചു പോവുകയില്ല. അതോടുകൂടി ഈ സൂറത്തിന്റെ അവതരണത്തോടു കൂടി പ്രവാചകൻ തന്റെ നിലപാട് പ്രഖ്യാപിച്ചു. അതോടുകൂടി പിന്നെ മർദ്ദനങ്ങളുടെ പെരുമഴയാണ്. ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ തീക്ഷ്ണമായ പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും നേരെ
മക്കയിലെ മുശ്രിക്കുകൾ അഴിച്ചുവിട്ടത്. ക്രൂരമായ പീഡനങ്ങൾ. ആ പീഡനത്തിന്റെ മൂർധന്യത്തിലാണ് അവസാനം അത് ഹിജ്റയിലേക്ക് വരെ നീങ്ങുകയാണ്. പ്രവാചകനെ വ്യക്തിപരമായി ഉന്മൂലനം ചെയ്യാൻ വരെ തീരുമാനിക്കുന്നതിലേക്ക് അവരെത്തി ഈ സൂറത്തിന്റെ അവതരണത്തിന് ശേഷം. കാരണം കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇസ്ലാമിക ആദർശത്തിൽ മുഹമ്മദ് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് മുഹമ്മദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി പ്രവാചകനെ ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ വീട് വളയുകയാണ്. പ്രവാചകനെ കൊല്ലാൻ ഒക്കെ അറിയാം നമുക്ക് ചരിത്രത്തിൽ. സൂറത്തുൽ കാഫിറൂൻ, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുൽ കാഫിറൂൻ എന്ന ഈ സൂറത്തും ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവും മുസ്ലിം സമൂഹത്തിന് വലിയ പാഠം നൽകുന്ന ഒരു സൂറത്താണ്. എന്താണത്? ഇസ്ലാമിക സമൂഹം അതിന്റെ ആദർശത്തിൽ അതിശക്തമായി എന്ന് ഉറച്ചു നിൽക്കുന്നുവോ വെള്ളം ചേർക്കാതെ ഇസ്ലാമിക ആദർശത്തെ അതിന്റെ മുഴുവൻ ഉള്ളടക്കത്തോടും കൂടി ഇസ്ലാമിക സമൂഹം സ്വീകരിക്കാൻ തയ്യാറായാൽ അവിടെ നിന്നാണ് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള വിരോധം ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ആരംഭിക്കുന്നത്. ഇസ്ലാമിക സമൂഹം തങ്ങളുടെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറാണെങ്കിൽ, അവരാവശ്യപ്പെടുന്ന ചില ഭാഗങ്ങൾ ഇസ്ലാമിൽ നിന്ന് മാറ്റിവെക്കാൻ മുസ്ലിം ലോകം ഒരുക്കമാണെങ്കിൽ, അവർക്ക് പിന്നെ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും ഒരു വിരോധവുമില്ല, ഒരു ശത്രുതയും പിന്നില്ല. എവിടെയാണ് ഇത് ആരംഭിക്കുന്നത്? ഇസ്ലാമിന്റെ കാര്യത്തിലുള്ള ഈ വിട്ടുവീഴ്ചയില്ലാത്ത, ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി നെഞ്ചേറ്റുന്നു, ഞങ്ങൾ ഈ ജീവിതത്തിന്റെ മുഴുവൻ ആദർശമായി ഇസ്ലാമിനെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ് അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് സാധ്യമല്ല, കാരണം ഇത് അള്ളാഹുവിൻ്റെതാണ്, അവൻ അങ്ങനെ ഒരു അനുവാദം തന്നിട്ടില്ല. ഈ നിലപാടിൽ മുസ്ലിം ഉമ്മത്ത് ഉറച്ചു നിന്നതുകൊണ്ടാണ് എക്കാലവും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ തൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്നും അത് തന്നെ, ചരിത്രത്തിൽ മാത്രമല്ല, ഇന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് സമൂഹങ്ങളുണ്ട്, ഒരുപാട് ആചാര വിശ്വാസ സംഹിതകളുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇസ്ലാം മാത്രം വേറിട്ട്, ഇസ്ലാമിനെ മാത്രം മാറ്റി നിർത്തി ഏകപക്ഷീയമായി കടന്നാക്രമിക്കുന്ന ഒരു ശൈലി. ലോകത്തെവിടെ ചെന്നാലും ഇസ്ലാമാണ് മറുവശത്ത് നിൽക്കുന്നത്. ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ, എല്ലാത്തിന്റെയും അടിസ്ഥാനമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതിന്റെ കാരണം. ഇത്ര ആസൂത്രിതമായ രൂപത്തിൽ, ഇത്ര നെറ്റ്വർക്കോടുകൂടി, മുമ്പും ഇസ്ലാമിനെതിരെ ആരോപണങ്ങളുണ്ട്, പ്രവാചകനെതിരെ അവർ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷെ ഇന്നത്തേതുപോലെയുള്ള ലോകം മുഴുവൻ ഒരേ ശബ്ദത്തിൽ ഇസ്ലാം വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരെല്ലാം ഇക്കാര്യത്തിൽ ഒന്നായി നിന്നുകൊണ്ട് തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ശൈലി. എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരാണ്. കുറെ കഴിഞ്ഞപ്പോൾ അവര് തന്നെ അത് തിരുത്തി നിഷ്പക്ഷതയുടെ ഒരു മൂടുപടം ഇട്ടുകൊണ്ട് അവര് തന്നെ ലോകത്തെ കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞു, എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരല്ല, പക്ഷെ ഭീകരന്മാരൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പൊ ലോകം അത് വിശ്വസിച്ചു. ഇങ്ങനെ ഇസ്ലാമും മുസ്ലിങ്ങളും എന്താണെന്ന് ലോകം അറിയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് കേട്ടാണ്. ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ചിഹ്നമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഇത്ര ആസൂത്രിതമായി ലോകത്ത്. ഇതെന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, 940-കൾക്ക് ശേഷമാണ് മുസ്ലിം ലോകത്തിനെതിരെ ഇത്ര ആസൂത്രിതമായ രൂപത്തിൽ പടിഞ്ഞാറൻ ശക്തികൾ ഈ ആരോപണവുമായി രംഗത്ത് വരാൻ തുടങ്ങിയത്. വളരെ കൃത്യമായി. അപ്പൊ 940-കൾക്ക് മുമ്പ് ഇസ്ലാമും മുസ്ലിങ്ങളും ലോകത്തില്ലേ? ഉണ്ട്. പക്ഷെ ആ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവർക്ക് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നില്ല. മരണാസന്നനായി രോഗി കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥയിൽ കിടക്കുന്നവനെ ഇനി എന്ത് നോവിക്കാൻ? 940-കൾക്ക് മുമ്പുള്ള മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ നമ്മൾ പഠിക്കണം. എന്തായിരുന്നു 40-കൾക്ക് മുമ്പുള്ള രണ്ടാം ലോക യുദ്ധത്തിന്റെ തൊട്ടു മുമ്പുള്ള മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ? 40-കൾക്ക് ശേഷം മുസ്ലിം ലോകത്ത് കണ്ടു തുടങ്ങിയ മാറ്റങ്ങൾ. എവിടെയാണ് ഈ ആരോപണങ്ങളുടെ പിറവിയും? 940-കൾക്ക് മുമ്പ്, രണ്ടാം ലോക യുദ്ധത്തിന്റെ മുമ്പ്
മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ഇറാഖ്, സിറിയ, ഈജിപ്റ്റ്, ബഹ്റൈൻ, ഗൾഫ് രാഷ്ട്രങ്ങൾ, ജോർദാൻ, ലിബിയ തുടങ്ങിയ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യൻ കൊളോണിയൽ ശക്തികളുടെ കോളനികൾ ആയിരുന്നു. ഈ 4 ശക്തികളുടെ കോളനികളായിരുന്നു മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്നത്. തങ്ങളുടെ ആയുധങ്ങളുമായി വെടിക്കോപ്പുകളുമായി മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്ന അധിനിവേശ ശക്തികൾ, പടിഞ്ഞാറൻ ശക്തികൾ, അവർ മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്ന് മുസ്ലിം ലോകത്തിന്റെ മണ്ണ് മാത്രമല്ല അവർ അധീനപ്പെടുത്തിയത്, മുസ്ലിം ലോകത്തിന്റെ ചിന്താഗതികളെ, മുസ്ലിം ലോകത്തിന്റെ മനസ്സുകളെ, മുസ്ലിം ലോകത്തിന്റെ മസ്തിഷ്കങ്ങളെ വരെ അവർ കീഴടക്കുകയും അധിനിവേശം നടത്തുകയും ചെയ്തു. മുസ്ലിം സമൂഹം പാരമ്പര്യമായി വെച്ചു പുലർത്തിപ്പോന്ന വിശ്വാസ സംഹിതകളെ അവർ കയ്യേറ്റം ചെയ്തു. സാംസ്കാരികമായ അധിനിവേശം നടത്തി. മുസ്ലിം സമൂഹം പാരമ്പര്യമായി മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന സാംസ്കാരികമായ മൂല്യങ്ങൾ, സാംസ്കാരിക ചിഹ്നങ്ങൾ അത് മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സാംസ്കാരികമായ സാമ്പത്തിക അധിനിവേശം മാത്രമല്ല, സാംസ്കാരിക അധിനിവേശം, ബുദ്ധിപരമായ അധിനിവേശം, വിശ്വാസപരമായ വൈകല്യങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് ഇവർ നട്ടുവളർത്തി. മുസ്ലിം ലോകത്ത് നിന്ന് തന്നെ ഇവർക്ക് അനുകൂലമായി ഫത്വ കൊടുക്കുന്ന തൂലികകൾ ചലിപ്പിച്ചിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ ത്വാഹ ഹുസൈനെ പോലെയുള്ള ആളുകൾ. അവർ നിരന്തരം എഴുതി മുസ്ലിം സ്ത്രീകൾ ഈ പർദ്ദ ഒഴിവാക്കണം, പാശ്ചാത്യൻ വനിതകളെ പോലെ അവർ തെരുവിലൂടെ നടക്കണം. അങ്ങനെ 940കൾക്ക് മുമ്പ് മുസ്ലിം ലോകത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. ഈജിപ്തും തുർക്കിയുമൊക്കെ നമ്മൾ പഠിക്കണം. മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ അവരുടെ ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പാശ്ചാത്യൻ വനിതകളെ പോലെ അവരുടെ വസ്ത്രധാരണം ആ രീതിയിലേക്ക് മാറി. നിങ്ങൾ തുർക്കിയെ പറ്റി ഒന്ന് പഠിക്കൂ. 95% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് തുർക്കി. പക്ഷെ ആ രാജ്യത്ത് അറബിയിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മുസ്ലിം രാജ്യമെന്ന് പറയുന്ന ഒരു തുർക്കി അറബിയിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല. അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറബിയിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല. എന്താണ് കാരണം? തുർക്കിയെ മതേതരവൽക്കരിക്കാൻ ശ്രമിച്ചു, സെക്കുലർ വൽക്കരിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇസ്ലാമിന്റെ അറബി ചിഹ്നങ്ങളൊക്കെ ഒഴിവാക്കണം. മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്ത് വരുമ്പോൾ മസ്ത ഇടരുത്, ശിരോവസ്ത്രം ഒഴിവാക്കണം. എവിടെയാണ് ഈ സംഭവിച്ചത്? മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്താണ് ഈ പറയുന്നത്. ബാങ്ക് വിളിക്കാൻ പാടില്ല, മുസ്ലിം സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല. മുസ്ലിം ലോകത്ത് ഇങ്ങനെ സാംസ്കാരികമായ അധപ്പതനവും അധിനിവേശവും അങ്ങനെ നടക്കുകയാണ്. അതുമാത്രമല്ല, വിശ്വാസപരമായ വൈകല്യങ്ങൾ പോലും ഇസ്ലാമിനെ മാത്രം ജീവിതത്തിന്റെ ആദർശമായി കൊണ്ടു നടന്ന മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിലേക്ക് പുതിയ കുറെ ദർശനങ്ങളും സിദ്ധാന്തങ്ങളും കടന്നു വന്നു. സോഷ്യലിസം, കമ്മ്യൂണിസം, നിരീശ്വരവാദം, നിർമ്മതാവാദങ്ങൾ പോലെയുള്ള നിരീശ്വരവാദവും നിർമ്മതാവാദവും ഒക്കെ മുസ്ലിം ലോകത്തെ ചെറുപ്പക്കാരെ സ്വാധീനിച്ചതിന്റെ ചരിത്രം വായിച്ചാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുസ്ലിമിന്റെ നെഞ്ചുപിടയും. പടിഞ്ഞാറിന്റെ അധിനിവേശത്തോടുകൂടി അറബ് ലോകത്ത് സംഭവിച്ച വലിയ വലിയ മാറ്റങ്ങൾ, നിരീശ്വരത്വവും നിർമ്മതാവാദവും ഒക്കെ അറബ് യുവാക്കളെ സ്വാധീനിച്ചു തുടങ്ങി. എന്ത് ദൈവം, എന്ത് പരലോകം, എന്ത് പ്രവാചകന്മാർ, ഇങ്ങനെ അള്ളാഹുവിനെയും പ്രവാചകനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ. അള്ളാഹുവും പ്രവാചകനുമൊക്കെ യൂണിവേഴ്സിറ്റികളിൽ നിന്ദിക്കപ്പെട്ടു. നിരീശ്വരത്വവാദം തലക്ക് പിടിച്ച എത്രത്തോളം എന്നാൽ നിങ്ങൾ അറിയണം. മുസ്ലിം ലോകത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഡമാസ്കസിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അള്ളാഹുവിനെ കബറടക്കം നടത്തിക്കളഞ്ഞു. ചരിത്രത്തിലുണ്ട്. മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്ന ഡമാസ്കസിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പ്രതീകാത്മകമായ ഒരു രൂപമുണ്ടാക്കി അതിൽ അള്ളാഹു എന്ന് എഴുതിയിട്ട് അള്ളാഹുവിനെ കബറടക്കാൻ കൊണ്ടുപോയി. അന്നത്തെ ഒരു കവയത്രി പാടിയതാണ്. അള്ളാഹു എന്തല്ലാഹു മാത്തല്ലാഹു മിൻ കബിൽ, അള്ളാഹു എന്ന് പറയുന്ന ആ സാധനം മരിച്ചുപോയി.
അതിന് ലോകത്തിന് ആവശ്യമില്ല, അതിതാ മയ്യത്തായിരിക്കുന്നു. ആ സാധനത്തെ ഞങ്ങളിതാ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന ഈ ദൈവം എന്ന് പറയുന്ന ഈ സാധനത്തെ ഞങ്ങളിതാ കബറടക്കം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഡമാസ്കസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പ്രതീകാത്മകമായി അള്ളാഹുവിനെ കബറടക്കം വരെ നടത്തി. ഇതാണ് ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ. മുസ്ലിം ലോകത്തിന്റെ തെരുവുകളിൽ അള്ളാഹു റസൂലുമൊക്കെ നിന്ദിക്കപ്പെട്ടു. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛം, ശരീഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ പഴഞ്ചൻ. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ. എല്ലാം നഷ്ടപ്പെട്ട്, രാഷ്ട്രം നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, ആചാര അനുഷ്ഠാനങ്ങൾ നഷ്ടപ്പെട്ട്, ആദർശം നഷ്ടപ്പെട്ട്, വിശ്വാസ സംഹിതകൾ വരെ നഷ്ടപ്പെട്ട് മുസ്ലിം ലോകം അധപ്പതനത്തിന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആസന്ന മരണം കാത്ത് കിടക്കുന്ന ഒരു രോഗിയായിരുന്നു. അതാണ് അന്നത്തെ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ. ഈ മുസ്ലിം സമൂഹത്തെ ഇനി എന്ത് പറയാൻ? അന്ന് ആർക്കും ഈ സമൂഹത്തോടൊരു പ്രശ്നവുമില്ല. പക്ഷെ 940കളുടെ തുടക്കം മുതൽ, അതിന്റെ മുമ്പേ തുടങ്ങിയിരുന്നു. പക്ഷെ 40കളോട് കൂടി മുസ്ലിം ലോകത്ത് ചില നവോത്ഥാന നായകന്മാർ രംഗത്ത് വരികയായിരുന്നു. അതും പ്രവാചക വചനത്തിന്റെ ഒരു പുലർച്ചയായിരുന്നു. ഇന്നല്ലാഹ സയബാസു അലാ റഅസി അലാ കുല്ലി റഅസി മിഅത്തി സനത്തിൻ മയുജദ്ദിദു ലഹാ അംറ ദീനിഹ. ഇന്നല്ലാഹ സയബാസു, ഇനി അല്ലാഹു തആല പ്രവാചകന്മാരെ ലോകത്ത് നിയോഗിക്കുകയില്ല. ഇനി ലോകത്തേക്ക് നബിമാർ വരികയില്ല. പക്ഷെ വരും. ആര് വരും? അല്ലാഹു നിയോഗിക്കും. ഇന്നല്ലാഹ സയബാസു അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ, ഓരോ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഈ ദീനിനെ, അതിനെ പരിഷ്കരിക്കുന്ന, ഈ ദീനിന്റെ നവോത്ഥാനം ഏറ്റെടുക്കുന്ന നവോത്ഥാന നായകന്മാരെ അള്ളാഹു ഓരോ നൂറ്റാണ്ടിലും അയക്കുക തന്നെ ചെയ്യുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് 920കൾക്ക് ശേഷം മുസ്ലിം ലോകത്ത് ചില നവോത്ഥാന നായകന്മാർ രംഗത്ത് വന്നു. 940കളിൽ അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി. അതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്ന ഒരു നവോത്ഥാന നായകനായിരുന്നു ഈജിപ്തിൽ ഉദയം ചെയ്ത ഷഹീദ് ഹസനുൽ ബന്ന എന്ന് പറയുന്ന, അറബ് ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന, ഇപ്പോഴും അറബ് ലോകത്തും പാശ്ചാത്യ ലോകത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, മുബാറക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഈജിപ്തിന്റെ ഭാവി എന്തെന്നുള്ള ചർച്ചയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ബ്രദർഹുഡ് എന്ന് പറയുന്ന അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം, അതിന്റെ നായകനായിരുന്ന ഷഹീദ് ഹസനുൽ ബന്ന. അദ്ദേഹമൊക്കെ മുസ്ലിം ലോകത്ത് നവോത്ഥാന സംരംഭവുമായി കടന്നു വരുന്ന ചരിത്ര പശ്ചാത്തലം നമ്മൾ പഠിക്കണം. നേരത്തെ പറഞ്ഞതാണ് മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ. ഷഹീദ് ബന്ന നവോത്ഥാന പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുമ്പോ അദ്ദേഹം കണ്ട കാഴ്ച, ഈജിപ്തിലെ ചെറുപ്പക്കാർ നിരീശ്വരവാദികളായി അള്ളാഹുവിനെ ഇസ്ലാമിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന ഒരു ജനത, പരലോകബോധം നഷ്ടപ്പെട്ട ഒരു ജനത, ബ്രിട്ടീഷുകാരുടെ അടിമകളായി, ബ്രിട്ടീഷുകാരുടെ കൂലിക്കാരായി ജീവിക്കുന്ന തന്റെ ജനത, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്, ആദർശം നഷ്ടപ്പെട്ട്, അസ്തിത്വം നഷ്ടപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ അടിമകളായി ജീവിക്കുന്ന തന്റെ ജനതയെ കണ്ട് വേദനിച്ച ഷഹീദ് ബന്ന ആ സമൂഹത്തെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. അതാണ് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ. അദ്ദേഹം ആ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് ജനങ്ങളെ ഇസ്ലാമിനെ അതിലേക്ക് ആകർഷിക്കുവാൻ, ഈ നവോത്ഥാന പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ പറയുന്നുണ്ട്, മുസ്ലിം ചെറുപ്പക്കാരെ ഹദീസ് ക്ലാസും ഖുർആൻ ക്ലാസും ഒക്കെ കേൾപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പള്ളിയിലേക്ക് ചെന്ന് ഖുർആനൊക്കെ പിടിച്ച്, പക്ഷെ പള്ളിയിൽ കേൾക്കാൻ ആളില്ല. ഈജിപ്തിലെ ചെറുപ്പക്കാർ, കെയ്റോവിലെ മുസ്ലിം ചെറുപ്പക്കാർ ചായക്കടകളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ബാർ ഹോട്ടലുകളിലുമൊക്കെയാണ് അവർ വൈകുന്നേരത്ത് തമ്പടിക്കുന്നത്. ബന്ന നിരാശനായില്ല. ഷഹീദ് ഹസനുൽ ബന്ന പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തി പിടിച്ചുകൊണ്ട് ചായക്കടകളിലും ബാർ ഹോട്ടലുകളിലേക്കും ചെന്നു. അങ്ങനെ ചായക്കടകളിൽ ഇരുന്ന് രസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ മുമ്പിൽ, ബാർ ഹോട്ടലുകളിൽ മദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈജിപ്തിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ പിടിച്ചുകൊണ്ട് അദ്ദേഹം അവരെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തിൽ പറയുന്നുണ്ട്, ഒരിക്കൽ
കെയറോവിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിലേക്ക് അദ്ദേഹം ഖുർആൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോ മട്ടുപ്പാവിലെ കുറെ ആളുകൾ, അവിടെ ഒരു മേശയ്ക്ക് ചുറ്റും 6-7 ചെറുപ്പക്കാർ, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, അവരൊരു മേശയ്ക്ക് ചുറ്റും നിന്ന് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ലഹരിയുടെ ആ സുഖം ആസ്വദിച്ച് അവരിങ്ങനെ വർത്തമാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് ഷഹീദ് ബന്ന തിരിച്ചിറങ്ങി. എന്നിട്ട് അദ്ദേഹം ഈത്തപ്പനയുടെ ഒരു ഓല, ഉണങ്ങിയ ഓല ചുരുട്ടി അതിനെ ഒരു ചൂട്ടാക്കിയിട്ട് അല്പം പെട്രോൾ ഒഴിച്ച് അദ്ദേഹം ആ ചൂട്ടിന് തീ കൊളുത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ആ ചെറുപ്പക്കാരുടെ മേശയുടെ നടുവിലേക്ക് ഈ ചൂട്ടങ്ങൾ വലിച്ചെറിഞ്ഞു. തങ്ങളുടെ നടുവിലേക്ക് പെട്ടെന്ന് ഒരു തീപന്തം ഇങ്ങനെ വന്നു വീണപ്പോ ഈ ചെറുപ്പക്കാര് 4 ഭാഗത്തേക്കും ചിതറി മാറി, തീപ്പൊള്ളലേക്കാതിരിക്കാൻ. എന്നിട്ട് അവരിങ്ങനെ ആശ്ചര്യത്തോടെ പരസ്പരം ചോദിച്ചു, ആരാണ് ഇതെറിഞ്ഞത്? ആരാണ് ഈ തീ നമ്മുടെ ഇടയിലേക്ക് എറിഞ്ഞത്? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആളന്വേഷിക്കുമ്പോ ഷഹീദ് ബന്ന ഒരു പുഞ്ചിരിയുമായി അവരുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, ഞാനാണത് എറിഞ്ഞത്. ഞാനത് എറിഞ്ഞത് എന്തിനാണെന്ന് ഞാൻ പറയാം, എന്നിട്ട് നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്തോളൂ. എനിക്ക് പറയാൻ നിങ്ങളൊരു ചെറിയ അവസരം തരണമെന്ന് ബന്ന പറയുന്നു. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഒരു മുഖഭാവം. ആ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായി. ഷഹീദ് ബന്ന അവരോട് പറഞ്ഞു, എന്റെ മുസ്ലിം യുവാക്കളെ, ഇസ്ലാമിന്റെ മക്കളാണ് നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ ഈ മദ്യം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവും അവന്റെ റസൂലും പൊരുത്തപ്പെടുമോ നിങ്ങളുടെ ജീവിതത്തോട്? ഞാനിപ്പോൾ ഒരു ചൂട്ട് നിങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞപ്പോൾ ആ ചൂട്ടിന്റെ തീ നിങ്ങളുടെ ശരീരത്തെ ഏൽക്കാതിരിക്കാൻ നിങ്ങൾ ഞെട്ടിമാറി 4 ഭാഗത്തേക്കും നിങ്ങൾ ചിതറി, നിങ്ങൾ രക്ഷപ്പെട്ടു. എന്നാൽ നിങ്ങൾ അറിയണം, നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ഒരു വിരല് കുത്താൻ പോലും ഇടയില്ലാത്ത വിധം 4 പാടും കിടന്ന് കത്തുന്ന ഹത്താ തത്തലിയു അലൽ അഫ്ഇദ, ഹൃദയാന്തരങ്ങൾ പോലും കത്തിപ്പിടിക്കുന്ന അള്ളാഹുവിന്റെ നരകാഗ്നിയിൽ ഒരു വിരല് കുത്താൻ പോലും ഇടയില്ലാത്ത വിധം ആകെ എരിഞ്ഞ് കത്തുമ്പോ എവിടേക്കാണ് ഇസ്ലാമിന്റെ മക്കളെ നിങ്ങൾ ഒഴിഞ്ഞു മാറുക? ആ അഗ്നിയിൽ നിന്ന് നിങ്ങൾ എവിടേക്ക് ഓടി രക്ഷപ്പെടുമെന്ന് ബന്നയുടെ ഒറ്റ ചോദ്യം. ആ ചെറുപ്പക്കാർ കരഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അവരുടെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു ഈ പരലോകം, അത് കെട്ടുകിടക്കുകയായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തെ തിരിച്ചു പിടിക്കാനാണ് ബന്ന ചെയ്തത്. ആ ചെറുപ്പക്കാർക്ക് മനസ്സിലായി, തങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്ന നിരീശ്വരത്വം, വിശ്വാസരാഹിത്യം. ബന്നയുടെ പ്രസ്ഥാനം ഈജിപ്തിൽ അതിശക്തമായി വളർന്നു തുടങ്ങി. ഈജിപ്തിലെ ചെറുപ്പക്കാർ ഇസ്ലാമിലേക്കാണ് തിരിച്ചു വരാൻ തുടങ്ങിയത്. ബന്ന അവരോട് ആഹ്വാനം ചെയ്തു, ഈ നാട് സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഇസ്ലാമിന്റെ മക്കളെ നിങ്ങൾ ഒരുങ്ങുക. ഈ മണ്ണിനെ, ഇസ്ലാമിനെ നമുക്ക് മോചിപ്പിക്കണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം അദ്ദേഹം അവരിലേക്ക് കൊടുത്തുകൊണ്ടേ ഇരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകൾ ഷഹീദ് ഹസനുൽ ബന്ന ആ ജനതയ്ക്ക് ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. അവർക്കുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം. ഈജിപ്തിലെ ജനതയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഷഹീദ് ബന്ന വരുന്നതിന് മുമ്പും ഈജിപ്തിനെ മോചിപ്പിക്കണമെന്ന മോഹം ഈജിപ്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അടിസ്ഥാനം ദേശീയതയായിരുന്നു. അവരെ അതിനെ പ്രചോദിപ്പിച്ചിരുന്നതും മുന്നോട്ട് നയിച്ചിരുന്നതും ദേശമെന്ന സങ്കല്പമായിരുന്നു. ഈജിപ്ത് എന്ന സങ്കല്പം ഇസ്ലാമായിരുന്നില്ല. നമ്മുടെ രാജ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്, രാജ്യത്തെ തിരിച്ചു പിടിക്കണം, ദേശീയത എന്ന സങ്കല്പമായിരുന്നു അവരെ പ്രചോദിപ്പിച്ചിരുന്നത്. നമ്മുടെ രാജ്യം നമുക്ക് നഷ്ടപ്പെട്ടു, രാജ്യമാണ് വലുത്. അന്നത്തെ ഒരു കവയത്രി പാടി, ബിലാദക ഖദ്ദിംഹാ അലാ കുല്ലി മില്ലത്തിൻ മിൻ അജലിഹാ അഫ്തിർ വ മിൻ അജലിഹാ സുമീ സലാമുൻ അലൽ കുഫരി വഹീദു ബൈനനാ അഹ്ലൻ വസഹ്ലൻ ബദഹു ജഹന്നമീ. ഈ കവിതയുടെ അർത്ഥം കേട്ടാൽ മതി മുസ്ലിം ലോകം എത്രത്തോളം അധപ്പതിച്ചു പോയെന്ന് മനസ്സിലാക്കാൻ. അന്നത്തെ ഈജിപ്തിലെ ഏറ്റവും പ്രസിദ്ധയായ കവയത്രി പാടിയതാണ് എന്ത്? ബിലാദക ഖദ്ദിംഹാ അലാ കുല്ലി മില്ലത്തിൻ. ലോകത്തെ ഏത് ദർശനത്തെക്കാളും ആശയത്തെക്കാളും നിന്റെ രാജ്യമെന്ന സങ്കല്പത്തെ നീ മുന്നോട്ട് വെക്കുക. രാജ്യമാണ് വലുത്, അല്ലാതെ വേറെ ദർശനങ്ങളൊന്നല്ല. നമ്മുടെ രാജ്യം ഈജിപ്ത്. അതുകൊണ്ട് രാഷ്ട്രത്തെ നീ മുന്നോട്ട് വെക്കുക. മിൻ അജലിഹ അഫ്തിർ വമിൻ അജലിഹ സുമി. അതിനുവേണ്ടി നോമ്പ് പിടിക്കണം, അതിനുവേണ്ടി നോമ്പ് വിടുകയും ചെയ്യാം. നോമ്പ് പിടിക്കുകയാണെങ്കിൽ
രാജ്യത്തിന് വേണ്ടി നോമ്പ് പിടിക്കണം. നോമ്പ് മുറിക്കണമെങ്കിൽ രാജ്യത്തിന് വേണ്ടി നോമ്പ് പിടിക്കണം, നോമ്പ് വിടണം. സലാമുൻ അലൽ കുഫിരി യുവഹിദു ബൈനന. ഞങ്ങൾ അറബികളെ, ഞങ്ങൾ ഈജിപ്തുകാരെ യോജിപ്പിക്കുന്നത് നിഷേധമാണെങ്കിൽ, നിരീശ്വരത്വമാണെങ്കിൽ, ഈ ദേശീയതയാണെങ്കിൽ അതിന് സ്വാഗതം. അതിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വന്നാലും സലാമുൻ അലൽ കുഫിരി യുവഹിദു ബൈനന അഹ്ലം വസഹലൻ ബഅദഹു ജഹന്നമി. അതിനുശേഷം നരകത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തോളാം. അതിനുശേഷം നരകത്തെ ഞങ്ങൾ അഹ്ലം വസഹലൻ, നരകത്തെ ഞങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കമാണ്. രാജ്യമാണ് വലുത്, അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയതയുടെ ചിന്താഗതികളും മുദ്രാവാക്യങ്ങളുമാണ് അന്ന് ഈജിപ്തിലെ ജനതയെ നയിച്ചിരുന്നത്. ഷഹീദ് ബന്ന ഈജിപ്തിലെ ജനങ്ങളോട്, മുസ്ലിങ്ങളോട് പറഞ്ഞു, അല്ലയോ ഈജിപ്തുകാരെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് രാഷ്ട്രമല്ല, ആദർശമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഈജിപ്തല്ല, ഇസ്ലാമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി മുസ്ലിം ലോകത്തിന്റെ വിശാലമായ സ്വാതന്ത്ര്യം, മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം ഈജിപ്തിൽ ഒതുക്കിയില്ല. ഫലസ്തീൻ അടക്കമുള്ള ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസ സ്വാതന്ത്ര്യം, സാർവലൗകികമായൊരു കാഴ്ച മുസ്ലിം ലോകത്തെ, ഈജിപ്തിൽ അന്നത്തെ ഭരണാധികാരികൾ മുന്നോട്ട് വെച്ച സങ്കുചിത അറബ് ദേശീയതയ്ക്ക് പകരം അദ്ദേഹം ഒരു പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ തന്നെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡ്, ലോക മുസ്ലിങ്ങളെ മുഴുവൻ സാഹോദര്യത്തിൽ കോർത്തിണക്കുന്ന ആ പേരുകൊണ്ട് തന്നെ അദ്ദേഹം അറബ് ദേശീയതയുടെ അടിവേരിറക്കുകയായിരുന്നു. ഈജിപ്തുകാർ പറഞ്ഞത് നമ്മൾ അറബികൾ ഒന്നിക്കണമെന്നാണ്. ബന്ന പറഞ്ഞു, അല്ല, ലോക മുസ്ലിങ്ങൾ ഒന്നിക്കണം. അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ. തന്റെ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ അദ്ദേഹം കൊടുത്തത് ആ അർത്ഥത്തിലാണ്. ഇതാണ് ഈജിപ്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം, അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ആശയം ഈജിപ്തിലെ ജനങ്ങളെ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ അദ്ദേഹം ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരുന്നു. അമേരിക്ക അടക്കമുള്ള അധിനിവേശ ശക്തികളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഈജിപ്ത് നഷ്ടപ്പെടും, ഇസ്ലാം ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നു, ഫറോവൻ സംസ്കാരം ഇതാ ഇല്ലാതായി പോകും, തിരിച്ചുള്ള ഇസ്ലാമിന്റെ വരവ് ഈജിപ്തിൽ നടക്കാൻ പോകുന്നു. ബന്നയുടെ പ്രസ്ഥാനത്തെ ഇനി വളർത്താൻ പാടില്ല. അങ്ങനെ തങ്ങളുടെ ശിങ്കിടികളായ ഭരണാധികാരികളെ കൊണ്ട് ഹസനുൽ ബന്ന എന്ന് പറയുന്ന ആ നവോത്ഥാന നായകരെ അവർ തെരുവിൽ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ഷഹീദ് ബന്ന എന്നറിയപ്പെട്ടത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇസ്ലാമിന്റെ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ നവോത്ഥാന നായകന്മാർ ലോകത്ത് വരുമ്പോ മുസ്ലിം ലോകത്തിന്റെ 920 മുസ്ലിം ലോകത്തിന്റെ അവസ്ഥയൊക്കെ നമ്മളൊന്ന് പഠിക്കണം. മുസ്ലിം സമൂഹം സ്വന്തം ആദർശത്തെ കൈയൊഴിഞ്ഞ് സ്വന്തം സിദ്ധാന്തങ്ങളെയും വിശ്വാസ സംഹിതകളെയും ഒക്കെ കൈയൊഴിഞ്ഞ് അള്ളാഹുവിന്റെ ആദർശത്തിന് പകരം പുതിയ പുതിയ ദർശനങ്ങളെ നെഞ്ചേറ്റ് വാങ്ങിയ ഒരു ജനത, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത. അവിടെയാണ് ഈ നവോത്ഥാന നായകന്മാർ രംഗത്ത് വന്നുകൊണ്ട് ഇസ്ലാമിന്റെ തിരിച്ചുവരവിന് വേണ്ടി ശബ്ദിക്കാൻ തുടങ്ങിയത്. അതിനുന്മൂലനം ചെയ്യാൻ വേണ്ടി അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര കൃത്യമായി ഭീകരത. ഹുസ്നി മുബാറക്ക് അവസാനം പറഞ്ഞതെന്താണ്? ഞാൻ പോകാം, പക്ഷെ ഞാൻ പോയാൽ ഈജിപ്തിൽ വരാൻ പോകുന്നത് ബ്രദർഹുഡാണ്. അത് വേണോ അമേരിക്ക തീരുമാനിക്കണം. എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ രാജിവെച്ചാൽ പിന്നെ ഈജിപ്തിൽ വരാൻ പോകുന്നത് ഇവരാണ്, ഇവര് വരണോ? എന്താണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ പറഞ്ഞത്? ഇഖ്വാനുൽ മുസ്ലിമൂനെ പറ്റി നമ്മുടെ രാജ്യത്തെ മീഡിയകളും ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും അല്പം നീതി അവർ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയും ഏഷ്യാനെറ്റിൽ ചർച്ച കണ്ടു. ഇഖ്വാനുൽ മുസ്ലിമൂൻ ബ്രദർഹുഡ് ഒരു തീവ്രവാദ പ്രസ്ഥാനമല്ല, അവരൊരിക്കലും തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളല്ല. അതാണ് അതിന്റെ സത്യവും. അതേസമയം ശരിയ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് രാജ്യത്തെ കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇതിലാണ് അമേരിക്കക്കും ഒരാശങ്ക. മുസ്ലിം ലോകത്ത് നടക്കുന്ന ചലനങ്ങൾ, ഈ ചലനങ്ങൾ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അറബ് ലോകം സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് മുക്തമായി കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്ന മഹത്തായ മൂല്യത്തെ അട്ടിമറിച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അറബ് ഭരണാധികാരികൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട്
അറബ് ലോകത്ത് മുഴുവൻ വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവക്കാറ്റ്, മുസ്ലിം ലോകത്തിന് ആശ പകരുന്ന, ഇസ്ലാമിന്റെ തിരിച്ചുവരവിനെ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവർക്ക് പ്രതീക്ഷ പകരുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാൻ എന്ന് ആഗ്രഹിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. മുസ്ലിം ലോകത്തിന്റെ ഈ മാറ്റം ഇത് ഏത് അടിത്തറയിൽ നിന്നുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം അതിന്റെ ചരിത്രപരമായ ഒരു അന്തസ്സുണ്ട്, ഒരു ഇസ്സത്തുണ്ട്. മാനവതയ്ക്ക് വേണ്ടി അല്ലാഹു തആല മുന്നോട്ട് വച്ച, അവൻ സമർപ്പിച്ച ഒരു ദർശനമാണ് ഇസ്ലാം. ഇസ്ലാമിനെ അതിന്റെ മുഴുവൻ ഉള്ളടക്കത്തോടും കൂടി, അതിന്റെ മുഴുവൻ ഉള്ളടക്കത്തോടും സമഗ്രതയോടും കൂടി സമർപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ അതിന്റെ ചരിത്രപരമായ അന്തസ്സിലേക്ക് തിരിച്ചു പോകുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.